ഹെറ്ററോസെക്ഷൽ, ഹോമോസെക്ഷൽ, ബൈസെക്ഷൽ ഇങ്ങനെ പല ടൈപ്പ് സെക്ഷുവാലിറ്റീസിനെ കുറിച്ചിട്ടും നമ്മൾ കോമൺ ആയിട്ട് കേൾക്കാറുണ്ട്, മാറ്റർ ഓഫ് ഡിസ്കഷൻ ആവാറുമുണ്ട്. പക്ഷേ ഇത് മൂന്നുമല്ലാതെ അല്ലെങ്കിൽ ഈ ടൈപ്പിലൊന്നും നമ്മൾ കൂടുതൽ കേൾക്കാത്തതായിട്ടുള്ളൊരു ടേമാണ് എസെക്ഷുവാലിറ്റി. എസെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും അവർ ഒരു പെർട്ടിക്കുലർ റീസൺ കൊണ്ട്, അതായത് ബ്രഹ്മചാരി ആവാൻ ആഗ്രഹിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ പ്രത്യേക റിലീജിയനിൽ വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ട്, അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് മോശമായതുകൊണ്ട്, അവരുടെ പേടി കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കഴിവുകേട് കൊണ്ട്, അവരുടെ മറ്റെന്തെങ്കിലും പരിമിതികൾ കൊണ്ട്, മാനസികമോ അല്ലെങ്കിൽ ശാരീരികമായോ പരിമിതികൾ കൊണ്ട് ഒക്കെയാണ് അവർ എസെക്ഷൽ എന്ന് കരുതുന്നത്. വളരെ തെറ്റായ ഒരു ധാരണ തന്നെയാണ്. എസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ഫാമിലി ഉണ്ടാവും. അവർ മാരീഡ് ആയിരിക്കും, സ്പൗസിൻ്റെ കൂടെ ജീവിക്കും, കുട്ടികൾ ഉണ്ടാവും, അവർക്ക് ഇറക്ഷൻ ഉണ്ട്. അതേമാതിരി തന്നെ അവരെ ആ ഒരു സെർട്ടൻ ഏജ് എത്തുമ്പോൾ ഉണ്ടാവുന്ന സാധാരണ ആളുകളെ പോലെ തന്നെയുള്ള മാസ്റ്റർബേഷൻ ഉണ്ട്, സെക്ഷൽ ഇൻറ്റൻഷൻസ് ഉണ്ട്, എല്ലാം അവർക്ക് ഉണ്ടാവും. അതൊക്കെ തെറ്റായ ധാരണയാണ്, അങ്ങനെ ഇല്ല എന്നുള്ളത്. അവരെപ്പോഴും ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലവ് അഫെയർ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ തന്നെയൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇത്തരം ആളുകളിൽ കൂടുതലായിട്ടും വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് അവർ ഇമോഷണലി അല്ലെങ്കിൽ അവരുടെ ഇൻ്റലക്ച്വലി അവർ ഓക്കെ ആവുന്ന ആളുകളടുത്താണ് അവർക്ക് എപ്പോഴും ഒരു സെക്ഷൽ റിലേഷൻ കീപ്പ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അത് ഓക്കെ ആയാൽ മാത്രമേ അവർക്ക് അവിടെ ആ ഒരു സെക്ഷൽ റിലേഷനും ഓക്കെ ആവൂ എന്നാണ് കൂടുതലായിട്ടും പറയപ്പെടുന്നത്. ഇതൊരു അംബ്രല്ല ടേം തന്നെയാണ് എസെക്ഷുവാലിറ്റി എന്നുള്ളത്. അതായത് ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്കാണ്. ഒരിക്കലും നമുക്ക് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇതാണ് എസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. ബട്ട് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇങ്ങനെയുള്ളൊരു ടൈപ്പ് ആളുകളും നമ്മൾക്കിടയിൽ ഉണ്ട്.